സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ മുഖം മാറുകയാണ്. അരികും തലയും മിനുക്കി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ബി.ജെ.പി സംസ്ഥാന ഘടകവും. ഇതിന്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ അംഗീകരിക്കുകയായിരുന്നു. ഒട്ടനവധി അഭ്യൂഹങ്ങൾക്കിടയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പി അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. ബി.ജെ.പി ദേശീയ നേതൃത്വവും ആർ.എസ്.എസും കൈക്കൊണ്ട തീരുമാനത്തെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ബി.ജെ.പി നയിക്കാൻ സംസ്ഥാനത്ത് ഒരു പുതുമുഖമെന്ന നിർദ്ദേശമാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ മികച്ച നേട്ടവും ഗ്രൂപ്പുകളുടെ ഭാഗമാകാത്തതും രാജീവ് ചന്ദ്രശേഖറിന് തുണയായി. ഉച്ചയോടെ കോർ കമ്മിറ്റി യോഗം പൂർത്തിയായി. തുടർന്ന് നിയുക്ത അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖറിനെ സപ്പോർട്ട് ചെയ്ത് സംസ്ഥാനത്തെ ഭരണാധികാരി പ്രഹ്ലാദ് ജോഷി, കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു. ബി.ജെ.പി സംസ്ഥാന നേതാക്കളുടെയും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും സാന്നിധ്യത്തിലാണ് പത്രിക സമർപ്പിച്ചത്. നാളെ 11 മണിക്ക് സംസ്ഥാന വരണാധികാരി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ബി.ജെ.പി മാത്രമാണ് കൃത്യമായ ഇടവേളകളിൽ പുനഃസംഘടന പൂർത്തിയാക്കുന്നതെന്നും കാര്യങ്ങൾ നാളത്തെ യോഗത്തിൽ വിശദമായി പറയാമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല 14 ജില്ലകളുടെ എണ്ണം 30ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടും വളരെ സുഗമമായി ജനാധിപത്യപരമായി എല്ലാവരോടും ആശയവിനിമയം നടത്തി ജില്ലാതലം വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി. ഇനി ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്, സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ്. അത് നാളെ ഉച്ചയോടുകൂടി അതിനും പരിസമാപ്തിയാവും. അതുകൊണ്ട് കേരളത്തിൽ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഇത്രയും പ്രവർത്തകരെ, ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പ്രോസസ് നടത്തിയത് ഞങ്ങൾ മാത്രമാണ്. കോൺഗ്രസിലെല്ലാം നോമിനേഷൻസ് ആണ്, CPM-ലാണെങ്കിൽ എല്ലാം ഒരു പാനൽ അവതരണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഒരു പാർട്ടിയാണ്. രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടിയെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കാനാകുമെന്നും അധ്യക്ഷനാക്കിയ തീരുമാനം ഏകകണ്ഠമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പുതിയ പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിനെ സന്തോഷത്തോടുകൂടി നോക്കി കാണുകയെന്നല്ലാതെ അതിനകത്ത് ഒരു ചോദ്യത്തിനും മറ്റൊരു ഉത്തരത്തിനും പ്രസക്തിയില്ല എന്നുള്ളതാണ്. ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പുതിയ അധ്യക്ഷന് വെല്ലുവിളിയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പുതിയ നേതൃത്വത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ. ഒറ്റക്കെട്ടായാണ് പുതിയ അധ്യക്ഷൻ നാമനിർദ്ദേശം നൽകാൻ തീരുമാനിച്ചത്.